ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഉണ്ടല്ലേ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടോ. മാറിക്കയറാൻ അതിന് തെറ്റിക്കാണ്ട് കുത്തിറക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പം ഞങ്ങളിപ്പോൾ അങ്ങാടിയിലൊക്കെ പോയിട്ട് വരാം കേട്ടോ. നല്ലോണം കുഴങ്ങിക്കൊണ്ട് അങ്ങാടിയിലൊക്കെ പോയിക്കാണ്ട് അപ്പം നാളെ നമ്മളെ റമദാൻ ഇവിടെ എത്തി. അപ്പം നമ്മൾ സാധനം ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല ഇനി കേട്ടോ. ഇതുവരെ അങ്ങാടി പോയിട്ടുമില്ല, സാധനം വാങ്ങിയിട്ടുമില്ല കേട്ടോ. അപ്പം ഞാനും ഉമ്മയും അങ്ങാടിയിലൊക്കെ പോയി കലീലിനെയും കൂട്ടിയാട്ടോ പോയിനത്. അപ്പം അങ്ങാടിയിലൊക്കെ പോയിക്കാണ്ട് സാധനമൊക്കെ വാങ്ങിക്കാണ്ട് ഇപ്പോൾ പെരയിലെത്തിയിട്ടുള്ളൂ. അപ്പോൾ പോയതൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അങ്ങാടിയിലെത്തിയപ്പോൾ അങ്ങാടിക്കടെ കാല് വെക്കാൻ വയ്യ കേട്ടോ, ഭയങ്കര തിരക്ക്. അപ്പോൾ ഞാൻ ആ തിരക്കൊക്കെ കണ്ടപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തിന് കേട്ടോ. അപ്പോൾ അത് അങ്ങാടി പോയതും കൊണ്ടുവന്നതും സാധനം എത്തിയാലൊക്കെ പിന്നെ ഞങ്ങൾ വീഡിയോ എടുത്ത്. ഫ്രൂട്ട് സലാഡൊക്കെ കൊണ്ടുവന്ന് ഉണ്ടാക്കി തിന്നിരിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്തിന്. അപ്പോൾ ആദ്യം അതൊക്കെ കണ്ടിട്ട് വരും കേട്ടോ. അപ്പോൾ അത് ആദ്യം അരിപ്പീടിയിലാട്ടോ പോയത്. അവിടെ ചെന്നപ്പോഴും തിരക്ക് തന്നെയാണ് കേട്ടോ. കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങളായതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് വേഗം എടുത്തു തന്നു കേട്ടോ. ഇത് ഞങ്ങൾ ആദ്യം പോയിരുന്നത് അലിഫ് ഹൈപ്പർ മാർക്കറ്റൊക്കെ ഇനി അവിടെ കാലെടുത്തൊക്കെ സ്ഥലമല്ല കേട്ടോ. അവിടെ തീരെ സ്ഥലമില്ലാത്തതിനോട് ഇങ്ങോട്ട് പോകുന്നതാട്ടോ. പിന്നെ റോഡൊക്കെ കണ്ടില്ല, എപ്പോഴോ ബ്ലോക്ക് തുടങ്ങിയതാട്ടോ. ബ്ലോക്ക് ഇങ്ങനെയൊക്കെ ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ നോമ്പിൻ്റെ തലേന്ന് ഇങ്ങനെ തിരക്കും ഇതൊക്കെ കാണുന്നത്, അങ്ങാടിക്ക് പോകുന്നതൊക്കെ. അങ്ങനെ പിന്നെ പച്ചക്കറി വാങ്ങാം. അവിടെ നിന്ന് അരി സാധനമൊക്കെ വാങ്ങിയാണ്ട് പിന്നെ പച്ചക്കറി വാങ്ങാൻ നിന്നപ്പോൾ ഇവള് വണ്ടിയിലേനി കേട്ടോ കലീലിൻ്റെ ഒപ്പം. അപ്പം ഉണ്ട് ഓള് നിലവിളിച്ചിക്കാണ്ട് വന്നിക്കണം. കലീൽ ഓളയും കൊണ്ട് വന്നതാട്ടോ. അപ്പോൾ പിന്നെ കലീലും സാധനം എടുക്കൽ തുടങ്ങി. ഞങ്ങൾക്ക് എടുത്തു തരാണ്, അല്ലാതെ കുറേ ആൾക്കാരല്ലേ ഓല് എടുത്തിട്ടേ ആവണമില്ല. അപ്പോൾ ഇതാ പിന്നെ ഞങ്ങൾ പിന്നെ സാധനമൊക്കെ വാങ്ങി. പിന്നെ ഫ്രൂട്ട്സും വാങ്ങിയിട്ടോ. അതൊന്നും പിന്നെ എടുത്തില്ല. വണ്ടി വില കുറയാൻ പോലും കഴിയണില്ല കേട്ടോ, അമ്മാതിരി തിരക്കാണ്. അപ്പം പിന്നെ പെരയിലെത്തിയാലേ ഞാൻ വീഡിയോ എടുത്തതാട്ടോ. ഞങ്ങൾ വാങ്ങിയതും ഓയിൽ, വെളിച്ചെണ്ണ, മൈദപ്പൊടി, ഇങ്ങനെ കുറേ സാധനം വാങ്ങിയിട്ടുണ്ടോ. പിന്നെ ഐസമോൾ അങ്ങാടി നിനക്ക് ഫ്രൂട്ട് സലാഡ് വേണോന്ന് പറഞ്ഞേ. ഫ്രൂട്ട് സലാഡ് അവിടുന്ന് എവിടുന്നാ തിന്നാൻ പോകാമെന്നറിയില്ല, കാരണം അമ്മാതിരി തിരക്കാണ്. ഞങ്ങളൊരു ജ്യൂസ് വേണം പറഞ്ഞപ്പോൾ ജ്യൂസ് വാങ്ങി കൊടുക്കാനും വേണ്ടി ഒരു കടയിൽ കയറി. അവിടുന്ന് പറയണ്ട, അവിടുന്ന് ജ്യൂസൊന്നും കിട്ടിയില്ല കേട്ടോ. ജ്യൂസ് കിട്ടിയില്ല എന്നല്ല, അവിടെ ഇരിക്കാനും സ്ഥലമല്ല, ഫുള്ളയക്കണം. ഈ ഹൈപ്പർ മാർക്കറ്റ് കയറുന്നവരൊക്കെ ചോടെ കുഴങ്ങുമ്പോൾ അതിക്ക് പോവാണ് ജ്യൂസ് കുടിക്കാൻ. അങ്ങനെ ഞാൻ ഫ്രൂട്ട് സലാഡിനുള്ള സാധനമൊക്കെ വാങ്ങി പോകുന്നതിന് കേട്ടോ. ഫ്രൂട്ട്സും സാധനമൊക്കെ വാങ്ങി പോകുന്നതിന് അങ്ങനെ ഒരുവിധം സാബൂന്, സോപ്പ്, ഇങ്ങനത്തെ എല്ലാ സംഭവങ്ങളും വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ പെരയിലെത്തിയപ്പോൾ തന്നെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കും. ഓക്ക് പിന്നെ ക്ഷമല്ല ഫ്രൂട്ട് സലാഡിനുള്ള സാധനം വാങ്ങിയതിനോട്. എന്നിട്ട് കാത്ത് കേട്ടോ പൊണ്ണൂൻ്റെ അടുത്ത്. പൊണ്ണു അപ്പോൾ സാധനമൊക്കെ കട്ട് ചെയ്യലും ഇതിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് മുറിച്ചേണ്ടതെന്നൊക്കെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അത് മുറിച്ചിനൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഓളടുത്ത്. അങ്ങനെ ഒരുവിധ സാധനങ്ങളൊക്കെ വാങ്ങി പെരയിലെത്തി സാധനങ്ങൾ നോക്കിയപ്പോൾ അതിൽ ഇനിയും സാധനം കുറവാട്ടോ. അപ്പോൾ ഓർമ്മയില്ല. പിന്നെ വാങ്ങിയ സാധനം എന്നെ കിട്ടിയിട്ടില്ല കേട്ടോ. വാനില എസൻസൊക്കെ വാങ്ങി കേട്ടോ. അപ്പോൾ കലയിലും ഇതാക്കുന്ന സാധനം അരിയാനും ഇതൊക്കെ കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. രാത്രി ആയിട്ടോ ഞങ്ങൾ പെരയിലെത്തിയപ്പോൾ. ഞങ്ങൾ വൈകുന്നേരം പോയിനത്, രാത്രി ആയിട്ടോ പെരയിലെത്തിയപ്പോൾ. അപ്പളേ ഓൻ പറയുന്നുണ്ട്, കലയിൽ പറയുന്നുണ്ട് വൈകുന്നേരം തിരക്കായിരിക്കും. ഇത് സ്ട്രോബെറി കേട്ടോ. ആ ഫ്രൂട്ട്സ് കടയിൽ ചെന്നപ്പോൾ അവിടെ സ്ട്രോബെറി കണ്ട്. അപ്പം പറഞ്ഞു എനിക്ക് സ്ട്രോബെറിയാണ് വേണ്ടിയത്. ഞങ്ങൾ വത്തക്ക എടുത്ത് നോമ്പിന് ഇപ്പോൾ നോമ്പ് ഇറക്കുമ്പോൾ വത്തക്കയൊക്കെ വത്തക്ക എടുത്തപ്പോൾ ഇവള് വത്തക്കയല്ലല്ലോ ഞാൻ പറഞ്ഞത്, സ്ട്രോബെറി അല്ലേ പറഞ്ഞത്, സ്ട്രോബെറി എന്നാട്ടോ പറയല്. എന്നിട്ട് സ്ട്രോബെറി അല്ലേ ഞാൻ വാങ്ങാൻ പറഞ്ഞ് നടന്നു വെച്ചപ്പാടുണ്ടാക്കിയപ്പോൾ ആ കാക്ക വേഗം ഒരു പെട്ടിയെടുത്ത് കൈ കൊടുത്തിട്ടോ. ഞാൻ വാങ്ങാൻ വിചാരിച്ചും ചെയ്തതിന്. അങ്ങനെ അതാ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഐസ്ക്രീമും എടുത്ത് അതിക്ക് കൂട്ടുക കേട്ടോ. അപ്പോൾ സാധാരണ ഞങ്ങൾ ദീക്കന്നെ ഇട്ടുകാണ്ട് അങ്ങോട്ട് മിക്സ് ചെയ്യലാട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ബൗളിലാക്കിക്കാണ്ട് അങ്ങനെ ആക്കാശം ഇങ്ങനെ തിന്നലുണ്ട്. അപ്പോൾ ഇത് നമ്മളെ സാധാരണക്കാരെ ഒരു ഫ്രൂട്ട് സലാഡ് കേട്ടോ, അല്ലാതെ ഒറിജിനലൊന്നും അല്ല. ഒറിജിനൽ ഇങ്ങനെ ഒന്നും അല്ലല്ലോ. അപ്പം പിന്നെ ഇതൊക്കെ തിന്നാരേ പിന്നെ ഒരു സമാധാനമായത് കേട്ടോ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് പാച്ചിലല്ലേ. പാച്ചിൽ മാത്രമല്ല തിരക്കോടും, അങ്ങാടിക്ക് കാലെടുത്തേക്കാൻ വയ്യ, അമ്മാതിരി തിരക്കും കേട്ടോ. അങ്ങനെ പിന്നെ ഫ്രൂട്ട് സലാഡൊക്കെ തിന്ന് അപ്പോഴാണ് ഒരു തണുപ്പൊക്കെ കിട്ടിയപ്പോഴാണ് ഒരു സുഖമായത്. പിന്നെ എടുത്ത് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊന്നും ഒഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അതൊക്കെ അവിടെ തന്നെ വെച്ചിക്കാണ്ട് ഇനി ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ നിന്നത്. പിന്നെ ഒക്കെ തിന്നാരേ പിന്നെ ഒഴിച്ചാൽ വന്നപ്പോൾ ഒരു ബൗൾ നിലത്തേക്ക് ഇട്ട് പൊട്ടിച്ചും ചെയ്തു കേട്ടോ. കുറേ അങ്ങനെ പൊട്ടിപ്പോയിട്ട് ബൗളോ സാധനമൊക്കെ. ഇത് പിന്നെ വെള്ളം നനച്ചിക്കാണ്ട് പൊണ്ണാണ് വെള്ളം നനച്ചാണ്ട് ഇങ്ങനെ മല്ലിച്ചപ്പ് പുതിനൊക്കെ വെള്ളം നനച്ചാണ്ട് ഇങ്ങനെ പാത്രത്തിൽ വൃത്തിയാക്കി ഇട്ടാൽ മതി പറഞ്ഞിക്കാണ്ട് വൃത്തിയാക്കി ഇട്ടാൽ മതി പറഞ്ഞിക്കാണ്ട് അങ്ങനെ ആക്കി വെച്ചതാട്ടോ. പിന്നെ അതാ ചെറുനാരങ്ങ, അത് മുളകിനൊക്കെ ഒരു പാത്രത്തിൽ
മുണ്ടല്ലേ മുളകൊക്കെ ഒരു പാത്രത്തിൽ ഇട്ടേക്കാട്ടെ. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഓളും ഉണ്ട് കേട്ടോ. എൻ്റെ അപ്പോൾ വോയിസ് ഓവർ എടുക്കുമ്പോൾ ഇതിൽ കണ്ട് ഇങ്ങനെ പറയാം. പിന്നെ ഉള്ളി, ഇത് കിഴങ്ങ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്നത് പാത്രത്തിലാക്കി മൂടി വെച്ച്, പിന്നെ അല്ലാത്തത് വേറെയും വെച്ച്, അങ്ങനെ അതൊക്കെ ഫ്രിഡ്ജിലൊക്കെ കയറ്റിട്ടോ. സാധനമൊക്കെ ഞങ്ങൾ ഒതുക്കി വെച്ചിട്ടോ. ഒരുവിധം സാധനമൊക്കെ വാങ്ങി സമയമില്ലേനി ഞങ്ങൾ വൈകുന്നേരം ആയാരെ കയ്യിലിന് പണി ഇതാക്കി വന്നാരെ ഓനും കൂട്ടി പോയതാട്ടോ. അപ്പോൾ സമയമില്ലേനി. പിന്നെ വേറെ ഓട്ടോറിക്ഷ ഇവനാകുമ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ സാധനം എടുത്തെടുത്ത് അങ്ങനെ പോരാലോ എന്ന് കരുതിയിട്ട് പെരയിൽ ഒത്തും സാധനം ഇല്ലേനി കേട്ടോ. അപ്പോൾ ഏതായാലും നോമ്പല്ലേ അപ്പോൾ അത് വിചാരിച്ചാണ്ട് ഞങ്ങൾ ഇന്ന് തന്നെ പോയി കണ്ട് സാധനമൊക്കെ. ഇന്നലെ നോമ്പാവാത്തതിന് കേട്ടോ. ഇന്ന് നോമ്പായിരുന്നെങ്കിൽ പിന്നെ നേരെ വെളുത്ത സാധനത്തിന് പോകണ്ടീനി. അപ്പോൾ ഇന്നലെ ഏതായാലും നോമ്പാവാത്തതിനോട് ഇന്ന് ഞങ്ങൾ പോയി സാധനമൊക്കെ വാങ്ങി വെത്തിയതാട്ടോ. നല്ലോണമൊക്കെ വാങ്ങിയേക്കണം കേട്ടോ. പെരയിലെത്തിയപ്പോത്തിന് ഒന്നാമത് അങ്ങാടിയിൽ നല്ല തിരക്ക് കേട്ടോ. നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്. നമുക്ക് വണ്ടി ഇങ്ങനെ എടുത്ത് പോരാൻ കഴിയില്ല. പെരുന്നാളൊക്കെ ആയ പോലെ കേട്ടോ. നല്ല രസമുണ്ട് അങ്ങാടി പോയിട്ട്. ഞാനങ്ങനെ അങ്ങാടിയിൽ പോയി പെരുന്നാളിൻ്റെ തലേന്നൊന്നും ഇതുവരെ നോമ്പിൻ്റെ തലേന്നൊന്നും അങ്ങനെ ഇതുവരെ അങ്ങാടിയിൽ പോയിട്ടില്ല കേട്ടോ. പക്ഷെ കുറേ വർഷത്തിന് ശേഷം ആദ്യമായിട്ട് പോവാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനെ തിരക്കൊക്കെ കാണുക കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും അങ്ങനെ ആയിരിക്കും. ഞങ്ങൾക്ക് പിന്നെ സാധനം കൊണ്ടുവന്നരാനൊക്കെ ആളില്ലേനോട് നമ്മളും അങ്ങനെ പോയി നോക്കിയിട്ടില്ല. ഇപ്രാവശ്യത്തെ കൊല്ലത്ത് നോമ്പിന് വാപ്പി ആരും ഇല്ലാത്തതിനോട് തന്നെ ഞങ്ങൾ പോയത് കേട്ടോ. സാധനം കൊണ്ടുവരാൻ ആളില്ലാത്തതിനോട് കൈ കടയ്യട്ടോ. റമളാൻ പർച്ചേസിങ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ടെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ഇടേണ്ടി. നമ്മൾ അത്രയും സാധനം വാങ്ങിയിട്ടും ഇനിയും കുറേ സാധനം വാങ്ങാത്തതാട്ടോ. ഒരു പെരേക്ക് എന്ന് പറഞ്ഞാൽ എത്രങ്ങാനും സാധനം വാങ്ങണം. ഈ ആണുങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ പെരയിൽ നിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് അത് അറിയുള്ളൂ എത്രത്തോളം സാധനം വേണം ഇങ്ങനത്തതൊക്കെ കേട്ടോ. എനിക്കും ഇപ്പോഴാണ് അറിഞ്ഞത് ഞാനും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുവിധ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. ഇനി ബാക്കി പിന്നെ അങ്ങനെ പോയി വാങ്ങേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ ആദ്യം സൂപ്പർ മാർക്കറ്റിൽ കേട്ടോ പോയിനത് അലിഫ്. അതിൻ്റെ അമ്മയ്ക്ക് കാലെടുത്തൊക്കെ സ്ഥലമല്ല. അപ്പോൾ നേരെ പിന്നെ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. പിന്നെ വേറെ കടയിൽ കയറി. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ കമൻറ്റ് ഇടേണ്ടി. ഇനി മുതലൊക്കെ നമ്മളെ റമളാൻ വീഡിയോ ആയിരിക്കും വരിക. നോമ്പ് നോറ്റിട്ടുള്ള നമ്മളെ റമളാൻ വീഡിയോ ആയിരിക്കും. കഴിഞ്ഞ വർഷത്തെ നമ്മളെ റമളാൻ വീഡിയോ ഒക്കെ എല്ലാം ഇതേനി. അപ്പോൾ ഈ വർഷത്തെ റമളാൻ വീഡിയോ ആയിരിക്കും ഞാൻ വരിക കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ഇടുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ അടിക്കുക. അപ്പോൾ സാധനം